ഒരു 6 വയസ്സുകാരൻ കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. തൻ്റെ അച്ഛൻ ഒരു രാജാവാണ്, ഛത്രപതിയാണ്. അവർക്കൊപ്പം ഈ കുട്ടിക്കും പിതാവിനുമൊപ്പം സൈന്യവും രാജാവിൻ്റെ അംഗരക്ഷകരും എല്ലാവരും തന്നെയുണ്ട്. ഇവരിങ്ങനെ ശാന്തമായി വനത്തിന് നടുക്കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു. ആ 6 വയസ്സുകാരൻ തെല്ലുമനങ്ങിയില്ല. ചുറ്റും നിന്ന സൈനികരൊക്കെ തന്നെ ഉറയിൽ നിന്ന് വാളുകൾ പുറത്തേക്കെടുത്തു. കുന്തമുനകൾ സിംഹത്തിന് നേരെ നീട്ടി. അച്ഛൻ ആ സിംഹത്തിന് നേരെ നോക്കിക്കൊണ്ട് തന്നെ വീറോടെ നിന്നു. പക്ഷേ അപ്പോഴും കുട്ടിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കണ്ടില്ല. ഈ 6 വയസ്സുകാരൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന ആ സിംഹം, ആ കാട്ടിൻ്റെ രാജാവ്, അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ടിരിക്കണം. അത് ഒന്നും ചെയ്യാതെ, ഒന്നും അനങ്ങാതെ പിറകിലേക്ക് നീങ്ങി പിന്നിലേക്ക് കാട്ടിലേക്ക് മറഞ്ഞുപോയി. ആ കുട്ടിയുടെ പിതാവ് കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്താണ് മാറാത്തതെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഭയം തോന്നിയില്ല. നമ്മൾ രാജാക്കന്മാരായിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ കാടിൻ്റെ രാജാവാണ് അവരും. അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നായിരുന്നു ആ 6 വയസ്സുകാരൻ്റെ മറുപടി. ഇത് ഒരു നിസ്സാരക്കാരനായ 6 വയസ്സുകാരനല്ല. മറാഠ സാമ്രാജ്യത്തിൻ്റെ ഛത്രപതി മഹാരാജ് ശിവാജിയുടെ മകനായ സാംഭാജി മഹാരാജിൻ്റെ വാക്കുകളായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്നുള്ളതാണ് മഹാരാഷ്ട്ര ആകെ ആഘോഷിക്കുന്ന ആ ദിനം. മെയ് 14 എന്ന് പറയുന്നത് സാംഭാജി മഹാരാജാവിൻ്റെ ജയന്തി ദിവസമാണ്. അത് മറാഠ ആകെ ആഘോഷിക്കുന്നു. തങ്ങളുടെ വീരേതിഹാസ പുരുഷന് വേണ്ടിയിട്ട് അവർ ഇന്ന് ആരതികൾ ഒഴിയുന്നു. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ആ ധീര ജീവിതത്തെ നമുക്ക് കൂടുതൽ അറിയാം. 6 വയസ്സുകാരൻ ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാകില്ല. കാരണം വീരോജ്വലമായ ആ ജീവിതത്തിൻ്റെ കഥ അങ്ങനെയാണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. 120-ലേറെ യുദ്ധങ്ങൾ ഒന്നിൽ പോലും പരാജയപ്പെടാതെ സത്യസന്ധമായി ധീരോദാത്തമായി പോരാടിയ ഒരു മഹാമനുഷ്യൻ, മഹാരഥി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു മനുഷ്യൻ. ഒടുവിൽ ചതിയിലൂടെ മാത്രമാണ് അദ്ദേഹത്തിനെ ഔറംഗസേബ് എന്ന് പറയുന്ന നീചനായ രാജാവിന് കീഴ്പ്പെടുത്താനായത്. ഈ സാംഭാജി മഹാരാജാവിൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. 9ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വന്തമാക്കിയത് 5 ഭാഷകളാണ്. ഒന്നാമത്തെ ഭാഷ മറാഠി, രണ്ടാമത്തേത് സംസ്കൃതം, മൂന്നാമത്തേത് ഹിന്ദി, നാലാമത്തേത് പേർഷ്യൻ. സാംഭാജി മഹാരാജാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അത്ഭുതം കൂറേണ്ടതില്ല. അദ്ദേഹം 9 വയസ്സിനുള്ളിൽ സ്വന്തമാക്കിയത് 4 ഭാഷകളാണ്. അതിൽ അങ്ങേയറ്റത്തെ പ്രാവീണ്യം നേടുകയും ചെയ്തു. ഒന്നാമത്തെ ഭാഷ സംസ്കൃതമാണ്, രണ്ടാമത്തെ ഭാഷ മറാഠിയാണ്, മൂന്നാമത്തെ ഭാഷ പേർഷ്യനാണ്, നാലാമത്തെ ഭാഷ ഹിന്ദിയാണ്. ഈ 4 ഭാഷകളിലും അദ്ദേഹം വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അത്രയേറെ അനായാസം ഈ ഭാഷകൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എഴുതുന്നത് എന്നുള്ളതാണ്. 11ാമത്തെ വയസ്സിൽ അദ്ദേഹം രചിച്ച കൃതിയുടെ പേരെന്തെന്നറിയാമോ? ബുദ്ധഭൂഷണം എന്നാണ്. അത്തരത്തിൽ സംസ്കൃതത്തിലുള്ള ഒരു കൃതി പോലും രചിച്ച അസാമാന്യനായ ധൈര്യമുണ്ടായിരുന്ന, അസാമാന്യമായ പ്രതിഭയുണ്ടായിരുന്ന ഒരു മഹാരഥനായിരുന്നു സാംഭാജി മഹാരാജ് എന്നുള്ളതാണ്. ശിവജി മഹാരാജിൻ്റെ മകനായി ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം 100-ലേറെ യുദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ യുദ്ധങ്ങളുടെ എല്ലാം കഥകൾ, അച്ഛൻ്റെ പോരാട്ട വീര്യം, ഇതിനെ പറ്റിയിട്ടെല്ലാം അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പോലും ഒരു വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരുന്നു. പോരാട്ടങ്ങൾ, നിരന്തരമായ യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, ഇതിനെയെല്ലാം തന്നെ അതിജീവിക്കുക. പലപ്പോഴും ചുറ്റും വന്നുനിന്ന മരണത്തെ അദ്ദേഹം വളരെ സാഹസികമായി നേരിട്ടു. വളരെ അത്ഭുതകരമായിട്ട് അതിനെയെല്ലാം അതിജീവിച്ചു. അങ്ങനെ ഒരു വലിയ ധീരനായ ഒരു മഹാരഥിയായിരുന്നു ഛത്രപതി സാംഭാജി മഹാരാജ് എന്നുള്ളതാണ്. മറാഠ സാമ്രാജ്യത്തിൻ്റെ 2ാമത്തെ ഛത്രപതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം നയിച്ച യുദ്ധങ്ങൾ 9 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. 1681 മുതൽ 1689 വരെയായിരുന്നു അദ്ദേഹം ഭരിച്ചത്. ഈ പറയുന്ന ഔറംഗസേബ് അദ്ദേഹത്തെ ചതിയിലൂടെ പിടികൂടുകയായിരുന്നു എന്നുള്ളത്. ചതിയിലൂടെ പിടികൂടിയിട്ട് ഒറ്റയടിക്ക് കൊന്നുകളയല്ല ചെയ്തത്. ഒന്ന് അമ്പെയ്തോ ഇല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിയോ ഇല്ലെങ്കിൽ തല ഛേദനം ചെയ്തോ ഒന്നുമല്ല അദ്ദേഹത്തെ കൊന്നത് എന്നുള്ളതാണ്. 40 ദിവസത്തെ കൊടിയ പീഡനമാണ്. ഈ 40 ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. നിരന്തരമായ മർദ്ദനം, ശരീരത്തെ തുണ്ടായി ഓരോ ഭാഗങ്ങളായി എടുത്ത് മുറിച്ചു മാറ്റുന്ന കൊടിയ പീഡനം, ശരീരത്തിൽ നിന്ന്
തൻ്റെ ചർമ്മത്തെ പോലും വലിച്ചു നീക്കുന്ന പീഡനം, ഇങ്ങനെ നിരന്തരമായി അവസാന സമയത്ത് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഉള്ളപ്പോൾ കണ്ണിലേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിക്കയറ്റി ഔറംഗസേബിൻ്റെ ക്രൂരമായ പട്ടാളം എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ നാവ് പിഴുതെടുത്തു, ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായി മുറിച്ചു മാറ്റിയാണ് കൊടിയ പീഡനം. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടായിരുന്നു പീഡനം എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീരമായ ചിത്രം വിക്കി കൗശൽ നായകനായിക്കൊണ്ട് ഛാവ എന്ന പേരിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ആ സമയത്ത് ആ ചിത്രം വളരെയധികം ജനസ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു. ഔറംഗസേബ് സാംഭാജി മഹാരാജിൻ്റെ മുന്നിൽ വെച്ച ഏക നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾക്ക് ഞാൻ ജീവൻ ഭിക്ഷയായി തരാം, പക്ഷേ നിങ്ങൾ മതം മാറണം. മതം മാറാതെ അല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോക്കില്ല എന്നാണ്. പക്ഷേ സാംഭാജി മഹാരാജ് പറഞ്ഞത്, എന്തു വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക്, എൻ്റെ ധർമ്മത്തിൽ നിന്ന്, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു പടി പോലും ഞാൻ പിറകിലേക്ക് പോകില്ല. എൻ്റെ നാവ് സദാ ഹർ ഹർ മഹാദേവ് എന്ന മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുമെന്ന് സാംഭാജി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ആ വാക്കുകൾ മാത്രമാണ് വന്നത്. മഹാദേവൻ്റെ മന്ത്രം, മഹാദേവൻ്റെ നാമം, അത് മാത്രമാണ് സാംഭാജി അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഉരുവിട്ടുകൊണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും അദ്ദേഹം ആ നാവ് മറ്റൊരു ശബ്ദം ഉച്ചരിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ യൗവനകാലം, ആ രാജാധികാരം കിട്ടി രാജഭരണം തുടരേണ്ട സമയത്ത് രാജ്യത്തിനും സ്വധർമ്മത്തിനും വേണ്ടിയിട്ട്, തൻ്റെ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട്, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി യുദ്ധത്തിലേർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. ഔറംഗസേബിനെ പോലെ പട്ടാളം ഇരച്ചു വരുന്ന ലക്ഷക്കണക്കിന് പട്ടാളം കൊണ്ടുവന്നൊരു നഗരത്തെ ആകെ ആക്രമിച്ച് അവിടുത്തെ കുട്ടികളെ മുഴുവൻ കൊന്ന് സ്ത്രീകളെ ആകെ ബലാത്സംഗം ചെയ്ത് അവിടുത്തെ കലവറകളും നിലവറകളും മുഴുവൻ കൊള്ളയടിക്കുന്ന കാടൻ രീതി ആയിരുന്നില്ല സാംഭാജി മഹാരാജിന്. കുട്ടികളെയും സ്ത്രീകളെയും അദ്ദേഹത്തിൻ്റെ സൈന്യം തൊടുമായിരുന്നില്ല. ഈ പറയുന്ന രാജകൊട്ടാരങ്ങളുടെ അകത്തു നിന്നുള്ള നിധിശേഖരങ്ങൾ മാത്രമായിരുന്നു കൈക്കലാക്കിയിരുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ യുദ്ധം ബാധിക്കരുത് എന്നുള്ള വാശി സാംഭാജി മഹാരാജാവിനുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ധർമ്മത്തിൻ്റെ പ്രതീകമായിരുന്നു സാംഭാജി മഹാരാജാവ് എന്നുള്ളതാണ്. മുഗളന്മാരായ ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ കൃത്യമായ മർദ്ദനം കൃത്യമായ രീതിയിൽ ഏൽക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയം ഓരോ യുദ്ധത്തിനും നേടിക്കൊണ്ടിരുന്നത്. വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. യുദ്ധത്തിനെ കൃത്യമായി നയിക്കുക, ആൾക്കൂട്ടങ്ങൾ കൊണ്ട് രാജ്യങ്ങളെ കീഴടക്കുകയല്ല, തന്ത്രപ്രധാനമായ രീതിയിൽ ആക്രമണം നടത്തുക, ചുരുങ്ങിയ സൈന്യം കൊണ്ട് വലിയ സൈന്യങ്ങളെ കീഴ്പ്പെടുത്തുക, വലിയ നഗരങ്ങൾ കീഴടക്കുക, കോട്ടകൾ തൻ്റെ കാൽ കീഴിലാക്കുക. ഇതെല്ലാം സാംഭാജി മഹാരാജാവിൻ്റെ ധീരതയായിരുന്നു. അതെല്ലാം അദ്ദേഹം നിഷ്പ്രയാസം ചെയ്തു എന്നുള്ളതാണ്. ഇസ്ലാം മതം സ്വീകരിച്ചാൽ കിട്ടുമായിരുന്ന ജീവിതം, കിട്ടുമായിരുന്ന രാജ്യം, കിട്ടുമായിരുന്ന അധികാരം, ഇതൊന്നും വേണ്ട, സ്വധർമ്മം മാത്രം മതി എന്നാണ് അദ്ദേഹം ഉറച്ച നിലപാടെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? വെറും സാധാരണ സൈനികനോ ഒരു രാജാവോ, വെറും രാജാവല്ലായിരുന്നു. സ്വധർമ്മത്തിന് വേണ്ടിയിട്ട്, സ്വന്തം സംസ്കാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കവിയായിരുന്നു, അദ്ദേഹം ഒരു സാമ്രാട്ടായിരുന്നു, അദ്ദേഹം ഒരു വീരബലിദാനിയായിരുന്നു എന്നുള്ളതാണ്. മരണം വരെ ഹർ ഹർ മഹാദേവ് അല്ലാതെ മറ്റൊന്നും അദ്ദേഹം മുഴക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിവജി മഹാരാജാവിൻ്റെ പേര് പോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരും സാംഭാജി മഹാരാജാവിൻ്റെ പേര് കേൾക്കുമ്പോഴും ഓരോ ഭാരതീയനും, ഓരോ ഹിന്ദു വിശ്വാസിയും എപ്പോഴും പറയുന്ന ഒരു മന്ത്രമുണ്ട്: ജയ് ശിവാജി, ജയ് സാംഭാജി, ജയ് ശിവാജി, ജയ് ഭവാനി, ഹർ ഹർ മഹാദേവ്.